എന്നും പള്ളിക്കൂടത്തിലേക്ക് രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ എത്താറുള്ളതാണ്. ഇന്ന് നേരം ഉച്ചയായിരിക്കുന്നു. ഇത് ബാബു രാജേന്ദ്ര പ്രസാദ് എന്ന ബാബു സാറിന്റെ അന്ത്യയാത്ര. താൻ ജീവനതുല്യം സ്നേഹിച്ച തന്റെ വിദ്യാലയത്തിലേക്ക് അവസാനവട്ടം. തന്റെ പ്രിയങ്കരായ ഗുരുന്നുകളെ, സഹപ്രവർത്തകരെയൊക്കെ കണ്ട് തിരിച്ചു പോകണം. ഒരിക്കലും മടങ്ങി വരാത്ത യാത്ര. സർക്കാർ പള്ളിക്കൂടത്തിലെ ഒരു ഹെഡ് മാസ്റ്റർ എങ്ങനെയാണ് ഇത്രയധികം സ്നേഹിക്കപ്പെട്ടത്, ആദരിക്കപ്പെട്ടത്, നാട്ടുകാരുടെ പ്രിയങ്കരനായി മാറിയത്? ബാബു രാജേന്ദ്ര പ്രസാദ് വർക്കല LPGSൽ പ്രഥമാധ്യാപകനായി എത്തിയ കാലം തൊട്ട് തുടങ്ങിയതാണ് നാട്ടുകാരുമായുള്ള ഈ ആത്മബന്ധം. വിദ്യാലയമുറ്റത്ത് പ്രിയപ്പെട്ട ബാബു സാറിന്റെ ചേതനയേറ്റ ശരീരത്തിന് ചുറ്റും കൂടി നിന്ന് കണ്ണുനീർ വാർക്കുന്നവർക്കൊക്കെയും ഈ മനുഷ്യരുമായി ഒരു ഹൃദയബന്ധം തന്നെ ഉണ്ടായിരുന്നു. ഊണിലും ഉറക്കത്തിലും തന്റെ പള്ളിക്കൂടമെന്ന മന്ത്രം. സ്വപ്നങ്ങളൊക്കെയും LPGS എന്ന ഈ സർക്കാർ പള്ളിക്കൂടത്തെക്കുറിച്ച്. ജീവിതം തന്നെ ഒരു വിദ്യാലയത്തിനായി സമർപ്പിച്ച പ്രഥമാധ്യാപകൻ. ബാബു സാറിന്റെ ഭൗതിക ശരീരം മാത്രമേ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ. ആത്മാവ് ഈ അക്ഷരമുറ്റത്ത് തന്നെ ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഉടറിയ ഈ സർക്കാർ സ്കൂളിനെ വികസനത്തിന്റെ പടവുകൾ ഏറ്റിയ ശേഷമാണ് ഈ മടക്കം. ഇനിയും പലതും ചെയ്യാൻ ബാക്കി വച്ചിരുന്നു. പക്ഷേ വിവേകശൂന്യനായ മരണം വിളിച്ചിറക്കി കൊണ്ടുപോയി ഒരു നല്ല മനുഷ്യനെ. ഇനി ഓർമ്മകൾ മാത്രം. പുതിയ ഒരു വിദ്യാലയമായിട്ട് ഈ വിദ്യാലയം മാറുകയാണ്. ഇതിന്റെ കെട്ടിലും മട്ടിലും എല്ലാം തന്നെ. ഇനി കുറച്ച് വർക്ക് കൂടി തീരുവാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 15-നകം വർക്കുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് വളരെ പരിശ്രമത്തോടെ. ബാബു രാജേന്ദ്ര പ്രസാദിന്റെ അപ്രതീക്ഷിതമായ മരണം ഒരു ദേശത്തിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു. ബാബു സാറ് വർക്കല സ്വദേശിയല്ല, വർക്കല LPGSലെ പ്രഥമാധ്യാപകൻ മാത്രം. എങ്കിലും എന്തേ ഈ തോരാ കണ്ണീർ? വർക്കല നാട് ഇങ്ങനെ വിരുമ്പിക്കരയുന്നത് എന്തിനാണ്?